ഹലോ, നമുക്ക് എടുക്കാനുള്ളത് ഒരു ചെറിയ ടോപ്പിക്ക്, പോളിയോൾ പാത്വേ. ഇതിൻ്റെ ഇടയിൽ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് UDP ഗാലക്ടോസ് ആവുന്ന ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോളിയോൾ പാത്വേയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇതിൽ എൻ്റെ നോട്ട്സ് മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഞാൻ ടെക്സ്റ്റിൻ്റെ കട്ടിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസിന് ആൽഡോസ് റിഡക്റ്റേസ് കൊടുത്താൽ എന്ത് കിട്ടും? സോർബിറ്റോൾ. ഈ സോർബിറ്റോൾ ഡീഹൈഡ്രോജിനേസ് കൊടുത്താൽ എന്ത് കിട്ടും? ഫ്രക്ടോസ്. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിച്ചത്? ഗ്ലൂക്കോസ് പോളിയോൾ പാത്വേ വഴി ഫ്രക്ടോസായി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആരാ? സോർബിറ്റോൾ. അപ്പോൾ ഈ പാത്വേൻ്റെ വേറെ പേരെന്തായിരിക്കും? സോർബിറ്റോൾ പാത്വേ. ഓക്കെ ആണോ? ഇനി ഈ ഗ്ലൂക്കോസ് സോർബിറ്റോൾ ആകുമ്പോൾ ഒരു NADPH എന്താവും? ഒരു NADPH+H+ എന്താവും? NADP+. ഇവിടെ ഒരു ഡീഹൈഡ്രോജിനേസ് അല്ലേ? അപ്പോൾ ആ കളയുന്ന ഹൈഡ്രജൻ ആരെങ്കിലും വാങ്ങണ്ടേ? അപ്പോൾ NADP+ന് ആ കളയുന്ന ഹൈഡ്രജൻ ആര് വാങ്ങും? NAD+ വാങ്ങിയിട്ട് NADH+H+. ഓക്കെ അല്ലേ? ഇനി ഇൻഡസ്റ്റൈനിൽ നിന്ന് തീരെ മോശമായിട്ട് അബ്സോർബ് ചെയ്യുന്ന ആളാരാണ്? സോർബിറ്റോളിനെ ആര് അബ്സോർബ് ചെയ്യൂല? സോർബിറ്റോളിനെ ഇൻഡസ്റ്റൈന് നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യൂല. അപ്പോൾ അതെന്താവില്ല? പോരാത്തതിന് ഇത് സെല്ലിൻ്റെ ഉള്ളിൽ സോർബിറ്റോൾ ഉണ്ടെങ്കിൽ പുറത്തോട്ട് കടക്കാനും സമ്മതിക്കില്ല. അപ്പോൾ സാധാരണയായിട്ട് സോർബിറ്റോൾ നമ്മളെ കണ്ണിൻ്റെ ലെൻസിലുണ്ടാവും. എന്നാൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർക്ക് എന്ത് കൂടുതലാണ്? ഗ്ലൂക്കോസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ സോർബിറ്റോളിൻ്റെ പ്രൊഡക്ഷൻ കൂടില്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ സോർബിറ്റോൾ കോൺസെൻട്രേഷൻ കണ്ണ് കൂടിയാൽ കാറ്ററാക്റ്റ് വരും. പിന്നെ അങ്ങനത്തെ ആൾക്കാരിൽ എന്ത് കൂടുതലായിരിക്കും? ഇപ്പോൾ ലാസ്റ്റ് ഫൈനലി ഉണ്ടാകുന്ന ഫ്രക്ടോസിലല്ലേ? ഇപ്പോൾ ഫ്രക്ടോസ് എവിടെ ഉണ്ട്? സെമലിനുണ്ട്. അപ്പോൾ സെമലിന് ഫ്രക്ടോസിൻ്റെ അളവ് കൂടും. ഓക്കെ, അതേപോലെ തന്നെ ഈ പോളിയോൾ പാത്വേ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ബ്രെയിൻ. പോളിയോൾ പാത്വേ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിലെ CSFൽ എന്ത് കാണും? ഫ്രക്ടോസ് കാണും. ഇനി ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് എവിടെ? ലിവർ. അപ്പോൾ ലിവറിൽ എന്ത് കാണൂല? പോളിയോൾ പാത്വേ കാണൂല. അപ്പോൾ ലിവറിൽ എന്തില്ല? പോളിയോൾ പാത്വേ ഇല്ല. ഇനിയിപ്പോൾ മെയിനായിട്ട് എന്താ പറയാനുള്ളത്? ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പോളിയോൾ പാത്വേയിൽ പറയുന്നത്. പിന്നെ നമുക്ക് മെയിൻ കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ആയിട്ട് പറയാം. കോംപ്ലിക്കേഷനാണെന്ത്? ഡയബറ്റീസ് മെലിറ്റസിൻ്റെ കോംപ്ലിക്കേഷനാണ് കാട്രാക്റ്റ്. ഓക്കെ, പിന്നെ ഗ്ലൂക്കോസ് എക്സസൈസ് എന്ന് വിചാരിക്കുക. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അധികമായിട്ടുണ്ടായാലും സംഭവിക്കും. ഈ ഒരു പാത്വേ നടക്കണമെങ്കിൽ കുറേ NADPH യൂസ് ആകുന്നില്ലേ? അപ്പോൾ NADPHൻ്റെ യൂട്ടിലൈസേഷൻ കൂടും. സോർബിറ്റോൾ കൂടിയാൽ എന്ത് കൂടും? NADPHൻ്റെ ഉപയോഗം കൂടും. NADPHൻ്റെ ഉപയോഗം കൂടുന്നതിൻ്റെ കൂടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഇല്ലേ, അത് കൂടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് കുറയും? നൈട്രിക് ഓക്സൈഡ് കുറയും, ഗ്ലൂട്ടാത്തയോൺ കുറയും. ഓക്കെ, സോർബിറ്റോൾ കൂടി, NADPH കൂടി, അപ്പോൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കൂടി. അപ്പോൾ എന്തായി? നൈട്രിക് ഓക്സൈഡ് കുറഞ്ഞു, ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞു. പിന്നെ എന്ത് വരും? സെല്ലുലാർ ഡാമേജ് വരും. ഇത്രയും ചെറിയ ടോപ്പിക്കാണെന്ത്? പോളിയോൾ പാത്വേ. ഓക്കെ.